ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയും സഞ്ചരിച്ച വാഹനം പരിശോധിച്ച് പോലീസ്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് പരിശോധന നടന്നത്. വാഹനത്തിൽ നിന്ന് പെട്ടി പുറത്തിറക്കി പരിശോധിച്ചു. ഉദ്യോഗസ്ഥരോട് നേതാക്കൾ കയർത്തു. എംപിമാരുടെ വണ്ടി മാത്രം റാൻഡമായിട്ട് എംപിമാരുടെ വണ്ടി ചെയ്തോട്ടെ, യുഡിഎഫിന്റെ മാത്രം പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? ഡിക്കി തുറന്നിട്ട് പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ? എല്ലാം കൂടെ വേണ്ട, വേഷം കെട്ട രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ട പണിയെടുക്കണമെങ്കിൽ സിപിഎമ്മിന്റെ പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളങ്ങനെ സൂചിപ്പിക്കാൻ വരണ്ട. അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളും അല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടി മുളച്ചിട്ട് MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. മോൻ ആ പെട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടിയൊന്നും പരിശോധിച്ചിട്ട് ഇപ്പേ തുറന്നുള്ളൂ, താഴെ തുറന്നില്ല. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, നിലമ്പൂരിൽ വീണ്ടും ഒരു പെട്ടി വിവാദം കൊഴുക്കുകയാണ്. പക്ഷേ വലിയ രീതിയിലുള്ള പ്രകോപനപരമായ ഒരുതരം പ്രസ്താവന അല്ലെങ്കിൽ കയർത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ വരുന്നതും കാണാൻ കഴിയുന്നുണ്ടല്ലോ ദൃശ്യങ്ങളെ. തീർച്ചയായിട്ടും ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു പരിശോധന നടന്നത്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വിവിധ ഇടങ്ങളിൽ പരിശോധനകളും മറ്റും നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും സഞ്ചരിച്ച വാഹനം, ആ വാഹനത്തിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയായിരുന്നു. ആ സമയത്ത് അവരുടെ വാഹനത്തിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ പോലീസ് പരിശോധിക്കുകയായിരുന്നു. അതേസമയം തന്നെ ഇത്തരത്തിലൊരു പരിശോധന കണ്ടതോടുകൂടെ തന്നെ ഈ നേതാക്കൾ അതിനോട് കയർത്ത് സംസാരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ ഈ പെട്ടി പരിശോധിക്കുന്നു, എന്തുകൊണ്ട് പെട്ടിയിൽ പരിശോധന, അങ്ങനെ ആ പെട്ടി എന്ന വാക്ക് തന്നെ അവർ സ്ട്രെസ് ചെയ്ത് 4-5 തവണ ആ വീഡിയോയിൽ പറയുന്നത് നമുക്ക് കേൾക്കാനാവും. അതേതായാലും നമുക്കറിയാം, പാലക്കാട് ഈ പെട്ടി വിവാദങ്ങളും മറ്റും ഉണ്ടാക്കി അതിലൂടെ നേട്ടം കൊയ്യാൻ കോൺഗ്രസ് വലിയ രീതിയിൽ ശ്രമിച്ചിരുന്നു. ഇത്തരത്തിൽ പരിശോധന കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളും മുതലെടുക്കാനുള്ള ബോധപൂർവമായുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു നേതാക്കളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടായത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും പരിശോധനയിൽ പോലീസ് പറയുന്നത് ഇതൊരു സ്വാഭാവിക പരിശോധന മാത്രമാണ് എന്നുള്ളതാണ്. അതിലുപരി ഇതിൽ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എല്ലായിടത്തുമുള്ള പരിശോധനയാണ് നിലമ്പൂർ, അതുതന്നെയാണ് പറയുന്നത്. ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് പറയുന്നത് ഇതൊരു സ്വാഭാവിക പരിശോധന മാത്രമാണ് എന്നുള്ളതാണ്. സ്വാഭാവിക പരിശോധനയ്ക്കപ്പുറം ഇവിടെ മറ്റൊന്നുമില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ശരി അരുൺ. ശിവദാസ് കന്മനം കൂടി ചേരുന്നുണ്ട്. ശിവദാസ്, ഒരു സ്വാഭാവികമായ പരിശോധന പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നടത്താറുണ്ട്. അത്തരത്തിലുള്ളൊരു പരിശോധന മാത്രം എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. പക്ഷേ ഒരു പെട്ടി വിവാദം അല്ലെങ്കിൽ വീണ്ടും ഒരു പെട്ടി വിവാദം സൃഷ്ടിച്ച് ഇതിങ്ങനെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ബോധപൂർവമായ ഒരു ശ്രമമാണ് ഈ കോൺഗ്രസ് MPയുടെയും MLAയുടെയും ഭാഗത്ത് നിന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അനാവശ്യമായ പ്രകോപനപരമായ രീതിയിലൊക്കെ പെരുമാറുകയും ഒരു സീൻ ഉണ്ടാക്കാൻ നോക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. തീർച്ചയായും ജോസിന് അത്തരത്തിൽ തന്നെയാണ് ഒരു സീൻ ബോധപൂർവം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇന്നലെ നടന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രഖ്യാപിച്ച ആ ദിവസം മുതൽ തന്നെ ഇത്തരത്തിൽ ചെക്ക് പോസ്റ്റുകളിലും അതോടൊപ്പം തന്നെ മറ്റ് പല ഇടങ്ങളിൽ പ്രധാന സ്ഥലങ്ങളിലെല്ലാം തന്നെ നിലമ്പൂരിലെ പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മറ്റ് എക്സൈസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരും പരിശോധന നടത്തിയിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ പരിശോധന നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെയും ഈ പരിശോധന ഉണ്ടായിരുന്നത്. നേതാക്കളുടെ വാഹനങ്ങളടക്കം ഈ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പരിശോധിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിൽ സഞ്ചരിച്ച വാഹനത്തിലും പരിശോധന നടത്തിയത്. സ്വാഭാവികമായി പരിശോധന മാത്രമാണ് നടത്തിയതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. പക്ഷേ നമുക്കറിയാം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഈ രീതിയിൽ ഒരു പെട്ടി വിവാദം ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കളുടെ പെട്ടി തന്നെയാണ് അന്ന് പരിശോധിച്ചത്. ജോലി ചാമക്കാല അടക്കമുള്ള നേതാക്കൾ അവരുടെ പെട്ടി അന്ന് പരിശോധിച്ചിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. കാരണം അന്ന് കൃത്യമായി തന്നെ അത് സാമ്പത്തിക ഇടപാടുകൾ അതുവഴി നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ആരോപണം അടക്കമുണ്ടായിരുന്നു. രാത്രിയിലായിരുന്നു ആ പരിശോധന ഉണ്ടായിരുന്നത്. അതിനുശേഷം അത് വലിയ വിവാദമാക്കാൻ അന്നും കോൺഗ്രസ് ശ്രമിച്ചിരുന്നു.
കാരണം അതുവഴി ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് അതൊരു മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം അന്ന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഒരു പരിധിവരെ അതിൽ അവർക്ക് വിജയിക്കാനും കഴിഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയായി വീണ്ടും നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇനി വളരെ 5 ദിവസം മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ള ദിവസം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിനുള്ളിൽ മറ്റൊരു വിവാദം കൂടി ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ ഒരു വോട്ട് ശേഖരിക്കാനുള്ള സ്വരൂപിക്കാനുള്ള ഒരു തന്ത്രമാണ് ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ആണ് ഉദ്യോഗസ്ഥരോട് കയർക്കുന്നതെല്ലാം തന്നെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ബോധപൂർവം ഇതൊരു ചർച്ചയായി മാറ്റാനുള്ള ഒരു നീക്കമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നത് വളരെ വ്യക്തമാണ്. ഇത് പരിശോധിക്കുന്ന സമയത്ത് വ്യക്തമായി തന്നെ അവിടെ കൂടെ ഉണ്ടായിട്ട് തന്നെയാണ് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ പകർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായ ഒരു ബോധപൂർവമായ ഒരു ശ്രമം തന്നെയാണ് എന്നത് വളരെ വ്യക്തമാണ്. എന്തായാലും കോൺഗ്രസ് ബോധപൂർവമായ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പെട്ടി വിവാദം സൃഷ്ടിക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. റോബിൻ, ശരി ശിവദാസ്, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. അതനുസരിച്ചാണ് ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കാറും പരിശോധിച്ചത്. പക്ഷേ ഒരു പെട്ടി വിവാദം കൊഴുപ്പിക്കുന്നതിനുള്ള ചില ശ്രമങ്ങൾ കൂടി ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അരുൺ ആലത്തൂറും ശിവദാസ് കന്മനവുമാണ് വിവരങ്ങൾ നൽകിയത്.